നമസ്കാരം സാർ. നമസ്കാരം. സാറിനെ യൂട്യൂബിലൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട്, പ്രഭാഷണങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാലും മുഖാമുഖം നമ്മളിപ്പം ആദ്യമായിട്ടല്ല എങ്കിൽ പോലും ഒരു സംഭാഷണത്തിലിരിക്കുന്നത് ആദ്യമാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് ക്രിസ്ത്യാനിറ്റിയിലെ സ്ത്രീകളുടെ സ്ഥാനം, അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അതിനെയൊക്കെ കുറിച്ചാണ് ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത്. സ്ത്രീയെ എങ്ങനെ കാണുന്നു, ദൈവം സൃഷ്ടിച്ചപ്പോൾ തൊട്ടുള്ള ആ വിവേചനവും ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കടിഞ്ഞാൻ പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിനെ കുറിച്ചുമൊക്കെ ഉള്ളൊരു സാറിൻ്റെ കാഴ്ചപ്പാടിലൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും 100 ചോദ്യത്തിൻ്റെ മറുപടി. ഒരു സത്യക്രിസ്ത്യാനി, സീറോ മലബാർ റോമൻ കാത്തലിക്, ഉത്തമ കത്തോലിക്കനായി എനിക്ക് പറയാനുള്ളത്, ഈ ക്രിസ്തുമതം, റോമ കേന്ദ്രീകൃതമായ ക്രിസ്തുമതം നിയമസംഹിതകളിലൂടെ സ്ത്രീകളെ ഇത്രയേറെ ദയനീയമായിട്ട്, ഇത്ര ക്രൂരമായിട്ട് അടിച്ചമർത്തുന്ന ഒരു സിസ്റ്റം അവർ വളർത്തിയെടുത്തു, ഒരു നിയമാവലി അവരുണ്ടാക്കിയെടുത്തു. അത് തുടക്കം പൗലോസിലൂടെയാണ്. പൗലോസ് ഒരു ഫ്രോഡ് അപ്പോസ്തലനായിരുന്നു കേട്ടോ. യേശുവിനെ കണ്ടിട്ടുള്ള ആളൊന്നുമല്ല, പിന്നെ കണ്ടു എന്നൊക്കെ അയാൾ അവകാശപ്പെട്ടെങ്കിലും അയാളാണ് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അയാൾ എഴുതിയായിരിക്കില്ല. അയാളൊക്കെ AD 60 അയാളുടെ കാലം കഴിഞ്ഞു. അതിനൊക്കെ ശേഷം 400 ശേഷമൊക്കെ എഴുതപ്പെട്ടതായത് പൗലോസിൻ്റേതാണെന്ന് പറഞ്ഞ് എഴുതി ചേർത്ത ചില നിയമങ്ങൾ. സ്ത്രീകൾ ഒരിക്കലും തല മൂടാതെ, മുടി ഒക്കെ കാണിച്ച് അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല, സ്ത്രീയാണ് പാപം ചെയ്തത്, പുരുഷന് അടിമയായിട്ട് പുരുഷനെ അനുസരിച്ച് സ്ത്രീ ജീവിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങൾ, ശബ്ദം ഉയർത്തി സംസാരിച്ചൊക്കെ ഉണ്ടാക്കിയെടുത്ത പൗലോസാണ്. അത് പൊതുവെ ഇവർക്ക് സത്യം പറയാമല്ലോ, ഈ ക്രിസ്തുമതത്തിൻ്റെ തുടക്കത്തിൽ ആരംഭത്തിലുണ്ടായിരുന്ന ഈ എല്ലാവർക്കും സ്ത്രീകളെ ഭയമായിരുന്നു. സ്ത്രീയുടെ ശക്തിയെപ്പറ്റി, സ്ത്രീയുടെ അവരുടെ ആ ധൈര്യവും ആ കഴിവും സഹനക്ഷമതയും ഇതൊക്കെ പുരുഷനെ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ള സത്യമാണ്. അത് പഴയ നിയമത്തിലൊക്കെ നമുക്കറിയാം. ഒരുപാട് സ്ത്രീകളെ ഭയപ്പെട്ടിരുന്നു. കാരണം ഈ എബ്രഹാം ഭാര്യയും മകനെയും കൂടെ ഉപേക്ഷിച്ചില്ലേ മറ്റേ സാറ പറഞ്ഞിട്ട്, പെണ്ണ് പറഞ്ഞിട്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളെ പേടിയുണ്ടായിരുന്നു. അതുപോലെ ഈ പെണ്ണുങ്ങളെ വെച്ച് ക്രിസ്തുമതത്തിലെ പുരാണങ്ങൾ മുതൽ പഴയ നിയമം വരെ നോക്കിയുള്ളൂ. എബ്രഹാം ഈജിപ്തിൽ പോയി സ്വന്തം ഭാര്യയെ കൊണ്ട് ഫറവോന് കാഴ്ച വെച്ചിട്ട് അവിടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അയാൾ പിടിച്ചെടുത്തു. അവിടുത്തെ പ്രധാന പൗരനായി ആനുകൂല്യങ്ങളെല്ലാം മേടിച്ചെടുത്ത് അവസാനം ഫറവോൻ ഇയാളുടെ ഭാര്യയാണെന്നറിഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഫറവോനത് പിന്നീട് മനസ്സിലായത്. ഭാര്യ കഴിച്ചു. അയാൾ അബിമലേക്ക് എന്ന് പറഞ്ഞ ഇയാളുടെ മകൻ, അയാളും കൊണ്ടുപോയി, അല്ല അബിമലേക്കല്ല, അയാളുടെ അനുജൻ ഇസ്മായിലാണോ, അബിമലേക്ക് എന്ന് പറഞ്ഞ രാജാവിന് കൊണ്ട് സ്വന്തം ഭാര്യയെ കാഴ്ച വെച്ചു. കാരണം അന്ന് സ്ത്രീകളെ ക്രിസ്തുമതത്തിൻ്റെ നമ്മുടെ പഴയ നിയമം ഒക്കെ വരച്ച് നോക്കുമ്പോൾ സ്ത്രീകളെ പുരുഷന്മാരുടെ അഭിവൃദ്ധിക്കോ പുരോഗതിക്കോ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഉപകരണമായിട്ടാണ് ക്രിസ്തുമതത്തിലെ പുരാതനമായ ബൈബിൾ മുതൽ പറഞ്ഞു പോരുന്നത്. അതിൽ സ്ത്രീകൾക്കൊരു അവരുടെ സ്വത്വം, അവരുടെ ഐഡൻറ്റിറ്റിയെപ്പറ്റി ഇവർക്ക് ബേജാറായിരുന്നില്ല. അതൊന്ന്. എത്രയോ സ്ത്രീകളെ ഇങ്ങനെ ക്രിസ്തുമതം കഷ്ടപ്പെടുത്തി. ഈവൻ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം പോലും ആ രീതിയിലാണ് എഴുതി വെച്ചത്. ദൈവം ആദ്യം ലോകസൃഷ്ടി നടത്തി. അതിനകത്ത് ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ജീവജാലങ്ങളെയും മൃഗാലങ്ങളെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം സൂര്യനെ സൃഷ്ടിച്ചു കേട്ടോ. അതൊക്കെ വേറൊരു കാര്യം, പോട്ടെ. ദൈവം 6-ാം ദിവസം സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. പുരുഷന് ആദം എന്ന് പേര് കൊടുത്തു, സ്ത്രീക്ക് ലില്ലിത്ത് എന്നും പേര് കൊടുത്തു. ഇത് ക്രിസ്ത്യാനിയുടെ പഴയ നിയമത്തില്ല കേട്ടോ. ഈ പറഞ്ഞ ഇവരുടെ സുമേരിയക്കാരുടെ ഇതിഹാസത്തിൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് സുമേരിയൻ ഇതിഹാസം അതേപടി പകർത്തിക്കൊണ്ടെന്നാണ് പഴയ നിയമം. ആ ഉൽപ്പത്തിയിൽ ലില്ലിത്തും ആദവും ഇവരെ പർദീസയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് വിട്ടു. അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഇവർ തമ്മിലെന്തോ തർക്കമുണ്ടായി. ചെറിയ കാര്യങ്ങൾ പോലെ ആയിരിക്കും, നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കാറില്ലേ, ഭാര്യയും ഭർത്താവുമായിട്ട് നിസ്സാര കാര്യങ്ങളിൽ ഉപ്പ് കൂടിപ്പോയെന്നോ ഉപ്പ് കുറഞ്ഞെന്നോ എരിവ് കൂടിയെന്നോ എന്ന് പറഞ്ഞാൽ എന്തോ കാര്യത്തിന് ഇവർ തമ്മിൽ അടിയായി. ഇവർക്ക് ഇയാളെ കൈവീശി ഒരെണ്ണം കൊടുത്തു. ഇച്ചിരി ആരോഗ്യക്കുള്ളുണ്ടായിരുന്നായിരിക്കും. ഇവളും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എനിക്ക് നിൻ്റെ കൂടെ ഇനി കഴിയാൻ പറ്റില്ല, നിനക്ക് എൻ്റെ മേൽ കുതിര കയറാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുമിച്ചാണ് സൃഷ്ടിച്ചത്, തുല്യ അധികാരമാണ്, തുല്യ അവകാശമാണ്. നീൻ്റെ അടിമയൊന്നുമല്ല ഞാൻ പോകുന്നില്ല, നമ്മൾ ഇട്ടിട്ട് പോയി. ഇവ പോയപ്പോഴും ലില്ലി തോർത്ത് ഇവർ തിരിച്ചു വിളിക്കുമായിരിക്കുമെന്ന്. അത് ഓർത്ത് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ പിണക്കമൊക്കെ മാറ്റി തിരിച്ചു വരുമെന്ന്. പക്ഷേ ഇവളും വാശിക്ക് നിന്നും ഇവർ രണ്ടും വാശി, ഇവർ തിരിച്ചു വന്നില്ല. അപ്പോൾ ഇവൾ പോയതിന് ശേഷം ഇവർ വല്ലാതെ ദുഃഖിച്ചൊരു മരത്തിന് ചുവട്ടിൽ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് അന്ന് നമ്മുടെ ഈ ഗോത്രദൈവം ഉണ്ടല്ലോ, യഹോവ, വൈകുന്നേരമൊക്കെ ഈ നടക്കാൻ പോകും. ഇന്നത്തെ കാരണവന്മാർ നടക്കുന്നവർ നടക്കാൻ വന്നപ്പോൾ ഈ ആദം ഒച്ച അനക്കമൊന്നുമില്ല. നോക്കിയപ്പോൾ ആദം വളരെ ദുഃഖിച്ചിരിക്കുന്നു, വിഷണനായിട്ടിരിക്കുന്നത് കണ്ടു. നോക്കി കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി. അപ്പോഴേ പറയും യഹോവയ്ക്ക് മനസ്സിലായി ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല, ഏകാന്തത ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് പുള്ളിക്ക് ബോധ്യമായി.
പുള്ളിക്ക് ബോധ്യമായി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് അവൾ പിണങ്ങിപ്പോയി, അവൾ വന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് പിന്നെ തോന്നി ഇവർ ഒരുമിച്ച് സൃഷ്ടിച്ചുകൊണ്ടല്ലേ തുല്യാവകാശവും തുല്യ അധികാരവും പറഞ്ഞത്. അതുകൊണ്ട് ഇനി അങ്ങനെ വേണ്ട. വളരെ ബുദ്ധിപൂർവ്വം എഴുത്തുകാരൻ ചെയ്തൊരു തന്ത്രമാണ് അത്. ആദത്തിനെ ഉറക്കിക്കിടത്തി ഒരു വാരിയല്ലെടുത്ത് അതേന്ന് ഔവായെ സൃഷ്ടിച്ചു കൊടുത്തു. കാരണം വാരിയല്ല അനുസരിച്ചല്ലേ പറ്റുള്ളൂ, പുരുഷന് അധീനയാണ്. ഇങ്ങനെയൊരു കഥ ഇവരുണ്ടാക്കിയെടുത്തു. എന്നിട്ട് ലില്ലി തടങ്ങിയിരുന്നില്ല. ലില്ലിത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരട്ടത്താപ്പല്ലേക്ക് ദൈവം കാണിച്ചത്. ലില്ലിത്തിനോടും ദൈവത്തിന് കിടപ്പാട്, ദൈവസൃഷ്ടിയല്ലേ, അവൾ ഏകാന്തതയിൽ നടക്കുന്നത് ദൈവത്തിന് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ത്രീയെ ദൈവം പരിഗണിച്ചില്ല. നമ്മുടെ ലില്ലിത്ത് ദൈവം ഒരു കൗൺസിലിങ്ങിന് ശ്രമിച്ചിട്ടില്ല, അവിടെ ശ്രമിച്ചിട്ടേ ഇല്ല. കാരണം ആദത്തിന് ദുഃഖം വന്നു, ഏകനാന്നുണ്ട് ഉടനെ പെണ്ണിനെ പോയി വേഗം പാരും പെണ്ണിനെ കൊടുത്തു. ഈ ലില്ലിത്തിനെ ദൈവം പരിപൂർണമായിട്ട് അവഗണിച്ചു. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തുടക്കം മുതൽ സ്ത്രീയെ അങ്ങനെ അവഗണിച്ച് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ഹീനമായ രീതിയിൽ അവഗണിക്കപ്പെട്ടു. ആ ലില്ലിത്തിന് വാശി വന്നു. ദൈവം ഒരുമിച്ച് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് സൃഷ്ടിച്ചു. ആദത്തിനോട് പക്ഷപാതം കാണിച്ചു. ആദത്തിൻ്റെ ദുഃഖവും ആദത്തിൻ്റെ വേദനയും മാത്രം ദൈവം കണക്കിലെടുത്തുള്ളൂ. എൻ്റെ വേദനയും എൻ്റെ ഏകാന്തതയും ദൈവം കണ്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് ശപഥം ചെയ്തു, ഇനി മേലിൽ എനിക്ക് ഈ യഹോവയും വേണ്ട ദൈവവും വേണ്ട, ഞാൻ നിൻ്റെ സൃഷ്ടികളെ മുഴുവൻ ഞാൻ എങ്ങനെ നശിപ്പിക്കാൻ നോക്കും, നിൻ്റെ സൃഷ്ടികളെ മുഴുവൻ ഞാൻ വഴിപഴിപ്പിക്കാൻ നോക്കും എന്ന് ലില്ലിത്ത് ശപഥം ചെയ്യുന്നു. ലില്ലിത്ത് എന്നിട്ട് ഈ പറദീസായ്ക്ക് ചുറ്റും നടക്കുന്നു. ഔവായി ഇവരൊക്കെ അടിച്ചു പൊളിച്ചിങ്ങനെ നടന്നു. ഔവ നടന്ന് ഒരിക്കലും ആദം കിടന്ന് ഉറങ്ങാൻ പറ്റായിരുന്നു കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് ഇവൾ പോകുന്നത് തോട്ടത്തിൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് ഈ ലില്ലിത്ത് ഇവളെ കടന്ന് കൂട്ടുപിടിക്കുന്നു. വിളിച്ചിട്ട് ചോദിച്ചു, ഔവ അനിയത്തി എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, അടിച്ചു പൊളിച്ച് സുഖമില്ലേ? അതെ. നിങ്ങൾ കുറേ അതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കേ ഈ ദൈവം ഈ പറദീസ ഇങ്ങൾക്ക് എഴുതി തന്നപ്പോൾ ഇതിനകത്തൊരു വൃക്ഷമായി നടുക്ക് നിൽക്കുന്നില്ലേ, അത് ആ വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഔവ പറഞ്ഞിട്ടുണ്ട്. അത് നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷമാണ്. അതിൻ്റെ പഴം തിന്നരുത്, തിന്നാൽ നീ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലില്ലിത്തിന് ഇതറിയാം. ഇപ്പോൾ ലില്ലിത്തിന് ഈ കഥ അറിയാമെന്നാണ്. ലില്ലിത്ത് പറഞ്ഞാൽ ദൈവം നിങ്ങളെ കളിപ്പിച്ചതാണ്. സത്യത്തിൽ നീ അത് കഴിച്ചാൽ നിൻ്റെ കണ്ണുകൾ തുറക്കും, നിനക്ക് കാഴ്ച കിട്ടും, നീ സത്യങ്ങൾ അറിയും, നേരും നന്മയും തിന്മയും തിരിച്ചറിയും, നീ ഇത് കഴിച്ചു നോക്കും, വളരെ സ്വാദിഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് ഇവള് പറിച്ചു കൊടുത്തു. ഔവ തിന്നപ്പോൾ വളരെ രസമായിരുന്നു. തിന്നു. ഒരു ഡൗട്ട് അതിനിടയ്ക്കുണ്ട്. ഇപ്പൊ ബൈബിളിൽ പറയുന്ന പാമ്പ്, അതാണ് ലില്ലിത്ത്. അതാണ്. അതിനെപ്പറ്റി ഞാൻ വരാനിരിക്കുകയാണ്. എന്നിട്ട് ഈ ലില്ലിത്ത് ഞാൻ പറഞ്ഞില്ലേ, പറദീസയ്ക്ക് ചുറ്റും നടന്നത് പാമ്പിൻ്റെ ഉടലും മനുഷ്യശ്രീയുടെ ലില്ലിത്തിൻ്റെ തലേ മോഹം വെച്ചുകൊണ്ട് നടന്നത്, നടന്നു. ഇവർ നടക്കുന്ന വഴിയിലൊക്കെ നടന്നു എന്നാണ് കഥ. എന്നിട്ട് ലില്ലിത്താണ് ഈ മരത്തിൽ ഈ പാമ്പായിട്ട് എഴഞ്ഞു കയറി ഇവർക്ക് വലിച്ച് താഴ്ത്തി കൊടുത്തു. എന്തുവാട്ടെ, അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്ങനെയായാലും ലില്ലിത്തിന് അത് ഇങ്ങനെ പറിച്ചു കൊടുത്തു. ഇതൊന്നും ഇവർക്ക് നല്ലതാണെന്ന് തോന്നി. അവർക്ക് അന്ന് ആദത്തിനോട് സ്നേഹമായിരുന്നതുകൊണ്ട് ആദത്തിന് കൊണ്ടു കൊടുത്തു. ആദം തിന്നു. അവർക്കും രണ്ടു പേർക്കും കാഴ്ച കിട്ടി, കണ്ണ് തുറന്ന് അവർ തുണി കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലായി. മരത്തിൻ്റെ ഇലയൊക്കെ പറിച്ച് നഗ്നത പറിച്ചു കാട്ടിലേക്ക് മാറി നിന്നു. അപ്പോൾ ലില്ലിത്തിന് വലിയ സന്തോഷമായിപ്പോയി. അന്ന് ഇത് കഴിഞ്ഞ് ദൈവം അന്ന് ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ലാത്താൻ വന്നപ്പോൾ ഇവനാരും വരുന്നില്ല. ആദത്തെ ഔവായം സൃഷ്ടിച്ചു കൊടുത്തിട്ടും വരുന്നില്ലല്ലോ. എന്താ നിൽക്കുന്നത്, ഇവർക്ക് നാണിച്ചെന്ന് മറന്നു നിൽക്കുക. ചോദിച്ചു, ആദം ഔവ നിങ്ങളെവിടെയാണ്? പുറത്ത് വരാൻ പറഞ്ഞു. ഇവർ പുറത്ത് കൈയൊക്കെ പിടിച്ച് വന്നു. എന്താ പറഞ്ഞു, ഞങ്ങൾക്ക് തുണിയില്ല. അത് ശരി, അപ്പം നിങ്ങളാ മരത്തിൻ്റെ പഴം പറിച്ച് തിന്നു അല്ലേ? ശരി, അപ്പം നിങ്ങളെ ഇങ്ങനെ ആരാ? അപ്പോൾ ഇവിടെ പറഞ്ഞു, അയ്യോ ആ ലില്ലിത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിന്നത്, അവളെ എനിക്ക് പഴം പറിച്ച് തന്നത്, അങ്ങനെ കഴിച്ചതാണ്. ദൈവം അന്ന് അങ്ങോട്ട് ലില്ലിത്തിനെ ആദ്യം ശപിച്ചു. നീ ഭൂമിയിലൂടെ മണ്ണിലൂടെ ഇഴഞ്ഞ് നടക്കും, സ്ത്രീ നിൻ്റെ തല ചവിട്ടി താഴ്ത്തും. എനിക്കത് മാതാവ് വെച്ചെന്നൊക്കെ പിന്നെ പ്രതിമയൊക്കെ ഞങ്ങളുണ്ടാക്കി. അതുകൊണ്ട് നീ ഇങ്ങനെ നടക്കുക. അതുവരെ പാമ്പ് ഇഴഞ്ഞല്ല നടന്നിരുന്നത്, പാമ്പ് നടക്കുമായിരുന്നു, പാമ്പിന് കാലുണ്ടായിരുന്നു. ഉടനെ ഇങ്ങനെ ആയിരുന്നെങ്കിലും പരിണാമത്തിലുണ്ട് അത് കാല് പിന്നീട്. അതെ, ഏതായാലും ഈ ഔവ ആ ലില്ലിത്തിനെ അന്ന് ദൈവം ശപിച്ചതുപോലെയാണ് ഇഴഞ്ഞു നടക്കാൻ തുടങ്ങിയത്. ലില്ലിത്ത് എന്നിട്ട് പകം വീട്ടാൻ തുടങ്ങി. ലില്ലിത്ത് അത് കഴിഞ്ഞ് പറദീസായി കയറി ഒരുപാട് ഇവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരുപാട് ഈ ആദത്തിൻ്റെ സ്പേമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് 10,000-20,000 മക്കളെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ദൈവത്തിനെതിരായിട്ടാണ്. ഇതിനകത്ത് ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കർ, ഒരു കാരണവശാലും അവരുടെ മക്കൾക്ക് ലില്ലിത്തെന്ന് പേരിടുകയില്ല. ലില്ലിത്ത് എന്നുള്ള പേര് ഉപയോഗിക്കുക. ലില്ലിത്ത് വെറുക്കപ്പെട്ടതാ. എങ്ങനെയോ നിങ്ങൾക്കാർക്ക് അറിയില്ലെങ്കിലും ലില്ലിത്ത് എന്നുള്ള പേരുള്ള ഒരൊറ്റ കത്തോലിക്ക സ്ത്രീയെ നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞത് ആരംഭം മുതൽ, സൃഷ്ടിയുടെ പ്രാരംഭം മുതൽ സ്ത്രീയെ അത്രയേറെ അവഗണിച്ചു, അത്രയേറെ ഹീനമായ രീതിയിലുള്ളൊരു പെരുമാറി ചരിത്രം അതാണ് പറയുന്നത്. പിൽക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുമതം ഉണ്ടാക്കി 403 ഇന്നത്തെ ഈ പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിൾ ഇറക്കിയത്. ജെറോം എന്ന് പറഞ്ഞ പുള്ളി അലക്സാണ്ട്രിയയിലിരുന്ന് എഴുതിയതാണ്. അതിന് വേറെ ചരിത്രം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിനകത്തൊക്കെ ഈ സ്ത്രീകളെ ഇതാണ് പറഞ്ഞത്. ഇവർക്ക് സ്ത്രീകളെ ഭയമായിരുന്നു.
സ്ത്രീകളെ ശരിക്കും ഇവർ ഭയപ്പെട്ടിരുന്നു. സ്ത്രീ എല്ലാം സഹിക്കുന്നുള്ളതാണ്, സ്ത്രീ വിചാരിച്ചാൽ എന്ത് നടക്കും, സ്ത്രീകളുടെ കഴിവുകളെ പറ്റി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സുമേരൻ ഇതിഹാസത്തിൻ്റെ കാലത്തിലൊക്കെ ഒരു BC 1000-1000-ലൊക്കെയാണ് സുമേരനക്കാരാണെന്നാണ് ലോകം മുഴുവൻ ഭരിച്ചിരുന്നത്. സുമേരിയക്കാർ പറഞ്ഞിരുന്നത് അവർ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അവരുടെ ആ കാലഘട്ടത്തിൽ സ്ത്രീകളായിരുന്നു അമ്പലങ്ങൾ നിർദ്ദേശിക്കുന്ന ഗോത്ര ദൈവങ്ങളായിട്ട് സ്ത്രീകളെ വെച്ചിരുന്നത്. 50% സ്ത്രീകൾ 50% പുരുഷന്മാർ വരും ദൈവങ്ങൾ. ഈ സുമേരൻ ഇതിഹാസം തപ്പിയാൽ അറിയാതെ BC 3100-ലാണ് സുമേരൻ ഇതിഹാസങ്ങൾ എഴുതപ്പെട്ടത്. BC 3300-ലാണ് ആദ്യമായിട്ട് ലോകത്തിൽ ലിപി കണ്ടുപിടിച്ചത്. അതും സുമേരിയക്കാരാണ്. 3300 ലിപി കണ്ടുപിടിച്ചു. 3001 അവരുടെ ഇതിഹാസങ്ങൾ, ആ എഴുതപ്പെട്ട ഇതിഹാസങ്ങൾ മുഴുവൻ കളിമൺ ഫലകങ്ങളാക്കി എഴുതി വെച്ചത്. ആയിരക്കണക്കിന് കളിമൺ ഫലകങ്ങൾ ഇപ്പോഴും വത്തിക്കാൻ്റെ ഒക്കെ കസ്റ്റഡിയിലുണ്ട്. ഈ സാധനങ്ങൾ പുരാവസ്തു ഗവേഷണ കേന്ദ്രങ്ങളിലുണ്ട്. അതിനകത്ത് ഈ ജാമിതിയും അതുപോലെ ജോമെട്രിയും ഓൾജിബ്രയും കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സുമേരിയൻ ഇതിഹാസത്തിൽ ലോകത്ത് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ സുമേരിയക്കാർ ഇത് എഴുതി വെച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, സ്ത്രീകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അവരുടെ ഇനന്നോ എന്ന് പറഞ്ഞ ദൈവം ഉണ്ടായിരുന്നു. ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു, സ്ത്രീകളുടെ സ്ത്രീ ദൈവങ്ങൾ പുരുഷന്മാരേക്കാൾ കൂടുതൽ. സർവശക്തിയും അവിടെയായിരുന്നു. അതിൻ്റെ ഭർത്താവ് ഉദ്യോഗം മാത്രമായിട്ടാണ് ജൂപ്പിറ്ററും സോയൂസും ഒക്കെ നടന്നിരുന്നത്. എന്തുമാട്ടെ അന്ന് സ്ത്രീകൾക്കായിരുന്നു പ്രാധാന്യം കൂടുതൽ. സ്ത്രീകൾ എന്ത് തീരുമാനിക്കുന്നു അത് നടക്കും. അതുപോലെ സ്ത്രീകൾ ഇങ്ങനെ മക്കളെ ജനിപ്പിക്കുന്നത് പുരുഷനോട് കൂടി ചേർന്ന് രണ്ടും കൂടെ ചേർന്നാലേ മക്കളുണ്ടാവൂ എന്നുള്ളത് അന്നറിയില്ല. BC 1000 വരുന്ന ഇത് കാര്യങ്ങൾ അറിയില്ല. സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രജയെ സമ്മാനിക്കുന്നു, ഒരു കുട്ടി പുറത്ത് വരുന്നു, അത് പുരുഷനിലുണ്ടെങ്കിലേ വരുള്ളൂ എന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ സ്ത്രീ അവരെ സംബന്ധിച്ചൊരു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു. സ്ത്രീയോട് അത്രയേറെ ആദരവും ഭയവും ഇവർക്കുണ്ടായിരുന്നു. സ്ത്രീ ഒരു പുതിയ ആളിനെ സൃഷ്ടിക്കുന്നു, സ്ത്രീ തന്നെയാണ് സൃഷ്ടിക്കുന്നു എന്നുള്ള വിചാരം കൊണ്ട് സ്ത്രീയോട് അത്രയേറെ ബഹുമാനമായിരുന്നു. ഇനന്നോ എന്ന് പറഞ്ഞ ദൈവം ആദ്യത്തെ പ്രളയത്തിൽ, സുമേരൻ ഇതിഹാസത്തിലെ പ്രളയത്തിൽ രാജാവിനെ രക്ഷിക്കുന്നതൊക്കെ അന്ന് സ്ത്രീ ദൈവങ്ങൾക്ക് വളരെയേറെ ശക്തി ഉണ്ടായിരുന്നു. ഇതിലൂടെ വളർന്ന് വന്ന് ഇവിടെ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, സ്ത്രീ ദൈവങ്ങളുടെ ഈ ശക്തി കുറച്ചെടുക്കണം. പുരുഷന്മാർക്ക് അവരുടെ അധികാര പ്രമത്തതയുടെ പേരിൽ സ്ത്രീ ദൈവങ്ങളെ ഇല്ലാതാക്കി അല്ലെങ്കിൽ നശിപ്പിച്ച് അവരുടെ ശക്തി കുറച്ച് അവനെ പുരുഷനെ ഭാഗമാക്കി മാറ്റി. നമ്മുടെ ഹിന്ദു പുരാണത്തിലും ഉണ്ട് കേട്ടോ, മഹാകാളിയും ഇവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് സർവശക്തികൾ. എന്തുവാട്ടെ ഈ മഹാമായയും കാളിയും ഇതൊക്കെ വരുന്നുണ്ട്. എന്തുവാട്ടെ ഇവരൊക്കെ എന്നിട്ട് ഈ പറഞ്ഞ ദൈവങ്ങളെയൊക്കെ ഈ സ്ത്രീ ദൈവങ്ങളെയൊക്കെ ഭാര്യമാരാക്കി പുതിയ തത്വങ്ങൾ എഴുതിയുണ്ടാക്കി. ഭാര്യ എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ടവളാണ്, അനുസരിക്കേണ്ടവളാണ് എന്നുള്ളൊരു നിയമം എഴുതിയുണ്ടാക്കി. ഭാര്യ എന്നുള്ള വാക്ക് എൻ്റെ ഒരു വലിയ ശുഭപ്രതീക്ഷയാണ്. ഞാനൊക്കെ ഇപ്പോൾ 83 വയസ്സായി. ഞാൻ 83-ാം പിറന്നാൾ ഇന്നലെ ആഘോഷിച്ചുള്ളൂ. ഏതായാലും എൻ്റെ ഒരു 10-18 കൊല്ലം കൂടി ഇനിയുണ്ട്. അതിനിടയ്ക്ക് ഈ 100 വയസ്സിനിടയ്ക്ക് സ്ത്രീകളെ ഈ പറഞ്ഞ ഭാര്യ എന്നുള്ള വാക്ക് മലയാള ഭാഷയിൽ ഇല്ലാതാവണം. ഭാര്യ ഉണ്ടാവില്ല, പങ്കാളിയായിരിക്കും ഉണ്ടാവുക, പാർട്ട്ണറായിരിക്കണം. അങ്ങനെ വേണം. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വേണം. പക്ഷേ ഈ കത്തോലിക്ക വിശ്വാസം വെച്ച് പുലർത്തുന്നിടത്തോളം കാലം നിങ്ങൾക്കത് പറ്റില്ല, നിങ്ങൾക്ക് സാധിക്കില്ല. കത്തോലിക്ക സ്ഥലം ഇപ്പോൾ ഇവരുടെ മാർപ്പാപ്പന്മാർ എത്ര പുരോഗമനം പറഞ്ഞു, ഫ്രാൻസിസും അവരെല്ലാവരും വന്നല്ലോ. സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കണം, സ്ത്രീകളെ ഒരു പുരോഹിതനാക്കാനും ഒരു മെത്രാനാക്കാനും കത്തോലിക്ക സഭ തയ്യാറാകുമോ? ഇല്ല. ഒരിക്കലും സ്ത്രീകൾക്ക് ഇവരുടെ തുല്യ അവകാശം, തുല്യ അധികാരം കൊടുക്കുകയില്ല. സ്ത്രീകളെ അടിച്ചമർത്തി വെച്ചാൽ മാത്രമേ കുടുംബം, പുരുഷൻ്റെ ഏകാധിപത്യത്തിലൂടെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റൂ. കുടുംബത്തെയും മക്കളെയും വളർത്തിയെടുക്കുന്നത്, കുടുംബം പരിപാലിക്കേണ്ടത്, കുട്ടികളെ ഭക്ഷണം കൊടുത്ത് വളർത്തേണ്ടത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെ കൊണ്ടുവന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ 12 വയസ്സേ ഉള്ളൂ വീട്ടിൽ. 12 ഈയിടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ, കവനൻ്റ് ഓഫ് വാട്ടർ എന്നും പറഞ്ഞ് എബ്രഹാം തോമസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മനോരമ അത് മലയാളത്തിലാക്കിയിട്ടുണ്ട്. അത് ജലജന്മങ്ങൾ, 10,000 പേജുണ്ട്. നല്ലൊരു വിൽക്കപ്പെട്ടൊരു പുസ്തകമാണ്. അതിനകത്ത് ഇങ്ങനെയുണ്ട്, 12 വയസ്സിലൊരു വീട്ടിലൊരു വിധവയായ സ്ത്രീയുടെ മകളെ ഒരു വിഭാര്യനായ ഒരുത്തൻ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നു. 1900-ലാണ് കഥ ആരംഭിക്കുന്നത്. ആ കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശിയെ കൊണ്ടുവന്ന് 12 വയസ്സിലാണ്. അന്ന് 12 വയസ്സായ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടും. അവർക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, ജീവിതം എന്താണെന്നറിയില്ല. ഈ പ്രത്യേകിച്ച് അന്നൊക്കെ മുത്തശ്ശന്മാരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടി സ്വപ്നമായിരുന്നു. വരാന്തയിലൊക്കെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് മുൻവശത്തോടെ പോകാൻ പറ്റില്ല, കുട്ടികൾക്ക് വീട്ടിനകത്ത് കരയാൻ പറ്റില്ല. എന്നെയൊക്കെ കരയാൻ പറ്റുന്ന മുത്തശ്ശിയും അമ്മയൊക്കെ വന്ന് പൊത്തുമായിരുന്നു. മുത്തശ്ശൻ കേട്ടോ ഷൗട്ട് ചെയ്യും, നിനക്കൊന്നും പണിയില്ലടി, കൊച്ചിനെ കരയ്ക്ക് ബഹളം ഉണ്ടാക്കും. അങ്ങനെ ഭീകരനായിരുന്നു. അന്ന് ഈ പെട്ടിക്കൊണ്ട് 12 വയസ്സിൽ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണ് പയ്യന് 14 വയസ്സ് കാണും. അവനും അറിയില്ല ജീവിതം എന്താണ്, ഈ വിവാഹം എന്തിനാണെന്ന് അവനറിയില്ല, ലൈംഗിക ബന്ധത്തെപ്പറ്റി ABCD അറിയില്ല. അങ്ങനെയുള്ള ഈ കാലത്ത് ഞങ്ങൾക്കൊക്കെ കിഴക്കൻ മലമ്പ്രദേശങ്ങളിൽ ധാരാളം സ്ഥലമുണ്ടായിരുന്നു. വനം, കാട്ടും ഒരു മരങ്ങൾ വയ്ക്കുന്ന അവിടെ പോയിട്ട് ഈ വനം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഉഴവ് വെട്ടുക എന്നതിന് പറയുക ഞങ്ങളുടെ കിഴക്കൻ പ്രദേശത്ത്.
അവിടെ ഒഴിവ് വെട്ടുമ്പോൾ അവിടെ പാന്നിയും കാട്ടുമൃഗങ്ങളൊക്കെ കാണും. ഇവൻ ഈ പയ്യനും വേറെ ആരെങ്കിലുമൊക്കെ 3-4 പണിക്കാരും ഒക്കെ ആയിട്ട് അവിടെ പോയി ഒഴിവ് വെട്ടി എല്ലാം ഉണക്കി തീയിട്ട് വിത്ത് കിളച്ച് ഈ കരയ്ക്ക് വിളയ്ക്കുന്ന നേരത്തുണ്ട് അതൊക്കെ വിളച്ച് അവിടെ കൃഷിയൊക്കെ ഇറക്കി അത്യാവശ്യം കാട്ടുപന്നിയൊക്കെ നോക്കണമെങ്കിൽ കഴിയും. ഇവൻ അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് നേരെ പോയാൽ പിറ്റേക്കൊല്ല വരിക. ഈ കൊച്ച് വയസ്സറിയിക്കുമ്പോഴേക്ക് ഈ കുട്ടിയെ ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന വീട്ടിലെ ഈ ചെറുക്കൻ്റെ അപ്പനാണ്. ഈ കെട്ടി വന്ന മകൻ്റെ ഭാര്യ ആദ്യം പ്രസവിക്കുന്ന ഈ അപ്പൻ്റെ കൊച്ചിനെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ സംഭവിച്ചൊരു ആളിനെ പറയാൻ എൻ്റെ അമ്മയുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇവനെ ഇവിടെ അനിയത്തിന്ന് വിളിക്കണോ മകളെന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല എന്ന്. സംഭവിച്ച കാര്യമായി, സത്യമാണിത്. അന്ന് ഇവരാരും ചോദ്യം ചെയ്യാനില്ല. സർവ്വവ്യാപി ഇതാണ്. പെണ്ണുങ്ങളെ എത്ര എണ്ണത്തിനെ മർദ്ദിച്ച് കൊന്നിട്ടുണ്ട്, എത്ര എണ്ണത്തിനെ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശിയുടെ ഭർത്താവ് ഈ പറഞ്ഞ അപ്പനെ അമ്മ അവരെ ഇങ്ങനെ വന്ന് പെണ്ണുങ്ങളെ തല്ലാത്തവൻ പെൺകോന്തനാണെന്നാണ് പറയുക. പെൺകോന്തനാന്ന് പറയും. പെൺകോന്തനാന്ന് പിന്നെ തല്ലിക്കാൻ വേറൊരു കാരണമുണ്ട് കേട്ടോ. ഈ മുത്തശ്ശിയെ സംബന്ധിച്ചോളം ഈ ചെറുക്കൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടാക്കിയ ഭർത്താവിനോട് അവർക്ക് പക മനസ്സിൽ തീരാതെ പകയുണ്ട്. അവർക്ക് നേരിട്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അവർ ചെയ്യുന്നതെന്നാണ് ഈ മകൻ ഒഴിവിട്ടുമൊക്കെ കഴിഞ്ഞ് വന്ന് പച്ചിട്ട് പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഈ അമ്മ മകനെ കൊണ്ട് ഈ മരുമോളെ തല്ലിക്കും. പക വീട്ടുന്ന ആ പഴയ പക അവരുടെ രക്തത്തിൽ കലർന്നതാണ്. സത്യമാണിതൊക്കെ. കിട്ടും. എന്നിട്ട് കെട്ടിത്തൂക്കി ഗുഹ്യഭാഗങ്ങളിൽ മുള അരച്ചതേക്കും, തൊഴിക്കും. എത്ര പെണ്ണുങ്ങളെ തൊഴിച്ചു കൊന്നിട്ടുണ്ട്, എത്ര പെണ്ണുങ്ങൾ ഗർഭം അരച്ചിട്ടുണ്ട്. അതൊക്കെ നാട്ടിൻപുറത്തൊരു സാധാരണ സംഭവമായിരുന്നു. ഞാൻ അതിലൂടെയൊക്കെ ഒരു 13 വയസ്സ് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു 6-7 വയസ്സുള്ളപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ആ ചുറ്റുവട്ടമുള്ള കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. എത്ര സ്ത്രീകളെ തൊഴിച്ചു കൊന്നിരിക്കുന്നു. അതിൽ നിന്ന് ക്രിസ്തുമതം ഇപ്പം വ്യത്യാസം വന്നെന്ന് പറയാൻ ഇവിടുത്തെ സാമ്പത്തിക ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു 60കളിലൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു. അത്യാവശ്യം പെണ്ണുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യാൻ പോയി സ്കൂളുകൾ വന്നു. കുട്ടികളെയൊക്കെ കല്യാണം കഴിക്കുന്നിടം വരെ ശല്യം ഒഴിവാക്കാനാണ് സ്കൂളിൽ വിടുന്നെങ്കിലും ചില പിള്ളേർ പഠിക്കാൻ വിടുന്നവർക്ക് പഠിച്ച് ഇതായി. പിന്നെ ഒരു ഭാഗം കന്യാസ്ത്രീകൾ ബ്രഹ്മചാരിത്തെ പറ്റി യേശു പറഞ്ഞിട്ടില്ലെങ്കിലും കന്യാസ്ത്രീകൾ ബ്രഹ്മചാരികളെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവരെ ഇങ്ങനെ അവിവാഹിതകളായിട്ട് കന്യാസ്ത്രീകളായിട്ട് നിർത്തിയിരിക്കുന്നത്. എന്തുമാട്ടെ, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ പല പിള്ളേരും പഠിച്ചു കഴിഞ്ഞ് വീട്ടിലെ അടിമത്തം. അന്ന് 10-12 മക്കളാണ് സാധാരണ. എൻ്റെ മുത്തശ്ശിക്ക് 12 പ്രസവിച്ചു, അതിൽ 5-8 സർവൈവ് ചെയ്തുള്ളൂ. അമ്മയും 10 പ്രസവിച്ചു, 6 മക്കൾ അവസാനം ഉണ്ടായിരുന്നു. മറ്റു പലയിടത്തും 10 മിനിമം ആണെന്ന്. അപ്പോൾ ഇതുങ്ങളെല്ലാം നോക്കാൻ പറ്റില്ല. ഓരോന്ന് അവിടെ കഴിയുന്ന രോഗം, ഇത് മരുന്ന്, ചികിത്സ, ഇതൊന്നും ഇല്ലല്ലോ. ഒരു കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട ഇവരെ വളർത്തിയത്. അപ്പനെനിക്ക് പറഞ്ഞാൽ വീട്ടിലെ സമ്പത്തും ആദായമൊക്കെ എടുത്ത് വെള്ളം അടിച്ച് കമ്പനി എടുത്ത് ഗുണ്ടായുസം കാണിച്ച് നടക്കും. ഈ അമ്മയാണ് ഈ കുടുംബത്തിൻ്റെ മുഴുവൻ സഹിച്ചിങ്ങനെ സർവ്വം സഹായമായിട്ട് അന്നത്തെ സ്ത്രീകളുടെ ജീവിതത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര പീഡനങ്ങളിലൂടെയാണ് കത്തോലിക്ക സഭയിലെ സ്ത്രീകൾ വളർന്ന് മുമ്പോട്ട് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ 60കൾക്ക് ശേഷം പിള്ളേരൊക്കെ പോയി കുറച്ച് വിദ്യാഭ്യാസമായി, അത്യാവശ്യം നേഴ്സിങ്ങിന് പോയി, അങ്ങനെയായി ഇങ്ങനെയായി പുറത്ത് പോയി നേഴ്സിങ്ങിലൂടെ പണമൊക്കെ വരുത്താൻ തുടങ്ങിയപ്പോഴേക്കാണ് ഇവിടുത്തെ കത്തോലിക്ക ക്രിസ്ത്യാനി സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരു ആസ്തിത്വം ഉണ്ടാകുന്നത്. കാരണം ഇവർ നേഴ്സായിട്ട് ബോംബെയൊക്കെ ആയിരുന്നു അന്ന് കേന്ദ്രം, ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ പോയി നേഴ്സായി. പിന്നീട് വിദേശത്ത് പോകാൻ തുടങ്ങിയത്. പണം വരാൻ തുടങ്ങിയപ്പോഴും അവൾക്ക് അവരുടേതായ ഒരു ഇത് പിടിച്ചെടുക്കാൻ പറ്റി. കുറേശ്ശെ ഗ്രാജുവലായിട്ട് വ്യത്യാസം വന്നു. ഇന്നിപ്പോൾ ഒരുപക്ഷെ പുരുഷനെ വിലക്ക് നിർത്താൻ മാത്രമുള്ള കപ്പാസിറ്റിയുള്ള സ്ത്രീകൾ കത്തോലിക്ക സഭയിലുണ്ടായി. കത്തോലിക്ക സഭ ചെയ്തു കൊടുത്ത ആനുകൂല്യമല്ല, സ്ത്രീകൾ സ്വയം മനസ്സിലാക്കി സ്വയം പരിശ്രമത്തിലൂടെ ഉയർന്നത്തിലൂടെ വന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇന്നും പുരുഷനെ അനുസരിക്കണം സ്ത്രീയെ. മക്കളെ വളർത്തുന്ന ഉത്തരവാദിത്വം സ്ത്രീക്കാണ്. പുരുഷനെ ഇതിനൊന്നും ഒട്ടിക്കരുത്. പുരുഷനെ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. പുരുഷൻ എത്ര സ്ത്രീകളുടെ അടുത്ത് അവിഹിതം നടത്താം, എവിടെയൊക്കെ വേണേലും മക്കളെ ജനിപ്പിക്കാം. പക്ഷേ സ്ത്രീ അല്പം വഴി തെറ്റിപ്പോയാൽ വേശ്യയായി, തേവിടിച്ചായി, കൊള്ളരാത്തോളായി. ബൈബിളിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം. വ്യഭിചാരിണിയായ സ്ത്രീയെ വ്യഭിചരിച്ച പുരുഷനോട് എന്തെങ്കിലും അവൻ്റെ രോമത്തിന് കേടുവരാൻ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? വിശകലനങ്ങളിൽ സ്ത്രീക്ക് തന്നെ വ്യഭിചരിക്കാൻ പറ്റില്ലല്ലോ. വ്യഭിചാരത്തിൻ്റെ ഒരു ഈക്വൽ ഉത്തരവാദിത്വം പുരുഷനില്ലേ? അല്ല, പക്ഷേ ക്രിസ്തു പറഞ്ഞല്ലോ പാപം ചെയ്യാത്തവർ, അത് ജനറൽ തിരിച്ചല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയാൻ കൊടുക്കുന്ന പുരുഷന്മാരാണല്ലോ. പുരുഷന്മാർ മാത്രമേ കല്ലെറിയാൻ വന്നത്, വേശ്യ കല്ലെറിയാൻ വന്നത്. ക്രിസ്തു പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെന്ന് പറഞ്ഞു. ആർക്കും എറിയാൻ പറ്റിയില്ല. സത്യം. ഒരു കഥ അല്ലെങ്കിൽ പറഞ്ഞാണ്, സമ്മതിച്ചു, യഥാർത്ഥം തന്നെ ആയിക്കോട്ടെ. പക്ഷേ യേശു എന്താ പറഞ്ഞത്? ഞാനും നിന്നെ വിധിക്കുന്നില്ല. യേശുവിനും മഗ്ദലന മറിയത്തെ മഗ്ദലന മറിയം എന്നാണ് പറയുന്നത്, പിന്നീട് അവർ കണ്ടെത്തിയത് മഗ്ദലന മറിയം. യേശുവിനും ഈ വ്യഭിചാരത്തിൽ കൊണ്ടുവന്ന ഈ സ്ത്രീയെ വിധിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല. യേശുവും പാപം ചെയ്യാത്തവനല്ലായിരുന്നു, യേശുവും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാത്തവനല്ലായിരുന്നു എന്ന് യേശു പരോക്ഷമായിട്ട് സമ്മതിക്കല്ലേ? അത് ഞാനും നിന്നെ വിധിക്കുന്നില്ല. പാപം ചെയ്യാത്തവൻ്റെ പറയാമല്ലോ. യേശുവും പാപം ചെയ്യാത്തവനല്ലെന്ന് യേശു സമ്മതിക്കുന്നുണ്ട്.
യേശു ദൈവമല്ലെന്നുള്ള യേശു സമ്മതിക്കുന്നൊരു രംഗം അത്. അതിനെ ആ രീതിയിൽ തന്നെ കാണണം. അല്ലാതെ അതിനെ ഈ വിശദീകരണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ആർക്ക് ലോകാവസാനം വരെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കാം. അതിന് അങ്ങനെയായിരുന്നു ഉദ്ദേശം, അതിന് ഇങ്ങനെയായിരുന്നു. യേശു വളരെ പ്ലെയിനായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ആരും എറിഞ്ഞില്ല. യേശുവിനോട് പറഞ്ഞു, ഞാനും നിന്നെ കല്ലെറിയുന്നില്ലെന്നല്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന്. യേശുവിനും ആ വിധിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല. സത്യമല്ലേ അത്? ചുമ്മാ ഏത് പോലീസുകാരും മനസ്സിലാവുന്ന ഭാഷയല്ലേ? അതെ, അത് സത്യമാണിത്. യേശുവിനെ അങ്ങനെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച് യേശുവിനെ ദൈവമാക്കിയപ്പോഴും ഇതെല്ലാം കൊണ്ടുവന്ന് ഉണ്ടാക്കി വെച്ചതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തുമതത്തിൽ ഇന്ന് കാണുന്ന ഈ വ്യവസ്ഥിതി മാറി വരണം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമായി തുടങ്ങി. സ്ത്രീകളൊക്കെ ഇന്ന് ഈ മറ്റേ ഭാര്യയായിട്ട് ജീവിതാവസാനം വരെ ജീവിക്കാനുള്ള ആ തയ്യാറെടുപ്പൊക്കെ അവരങ്ങ് കളഞ്ഞു. ഞാൻ എൻ്റെ കൊച്ചുമക്കളോട് പറയാറുണ്ട്, നീ പഠിക്കുന്ന ബാംഗ്ലൂരാണ്, ഇവിടെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്ന, ആൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നു. നിനക്ക് സ്യൂട്ടബിൾ ആണെന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് തോന്നുന്ന ഒരാളെ നന്നായിട്ട് പഠിച്ചിട്ട് നീ അതിനെ സെലക്ട് ചെയ്യേ. എന്നിട്ട് അവനോട് ഒരുമിച്ച് ഒരു ജീവിതം പങ്കിടാൻ വേണ്ടി ആലോചിക്കേ, പങ്കാളിയാക്കിയുണ്ട് തുല്യതയിൽ. എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ജീവിതം മടുത്തുന്നിരിക്കും, തുടരണമെന്നില്ല. ജീവിതാവസാനം വരെ ജീവിതകാലം മുഴുവൻ അവൻ്റെ അടിമയായിട്ട് അവൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി കഴിയണമെന്ന് ഞാൻ പറഞ്ഞില്ല. സ്വതന്ത്രമായിട്ട് നിനക്ക് പോകാം. അവൾ ഈ ഏതായാലും മധ്യ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസം കിട്ടാൻ അവസരം കിട്ടിയ ഒരുപാട് സ്ത്രീകൾ നേഴ്സുമാരായിട്ട് വടക്കേ ഇന്ത്യയിൽ പോയി. ഇവിടുത്തെ സാമ്പത്തിക നില തന്നെ മാറി. ഇവിടുത്തെ പ്രത്യേകിച്ച് ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, ചങ്ങനാശ്ശേരി പോലുള്ള പ്രദേശങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് കേരളത്തിൽ ഉന്നത നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾക്ക് ഒരു സ്വന്തമായൊരു നിലനിൽപ്പുണ്ടായത്. സ്ത്രീകൾ അവരുടെ തനിനിറം കാട്ടാൻ തുടങ്ങി എന്നുള്ളത് വേറൊരു സത്യം. എന്നാലും വീണ്ടും പുരുഷൻ, വരുമാനമില്ലാത്ത പുരുഷൻ സ്ത്രീയിലെമ്പടണമെന്നോ അല്ലെ ഹെൻപെക്കിടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ജീവിക്കേണ്ട ഒരവസ്ഥയുടെ വന്നു. അപ്പോൾ സ്ത്രീകൾ തിരിച്ചടിക്കാനും തുടങ്ങി. ഇനി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെയാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇനിയുള്ള കാലത്ത് ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷൻ്റെ അടിമയായിട്ട് ജീവിതം മുഴുവൻ ഹോമിക്കില്ല. അവൾക്ക് അവളുടേതായ വരുമാന മാർഗങ്ങളും ജോലിയും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും അവളുടേതായ വഴിയിലൂടെ സ്വതന്ത്രമായിട്ട് മനുഷ്യസ്ത്രീയായിട്ട് ജീവിക്കാൻ തുടങ്ങും. മക്കളെ വളർത്തി എല്ലാവരും പറയുന്ന ന്യായം ഇതാണ്, മക്കളുടെ കാര്യം എന്ത് ചെയ്യും? ഇവർ വിവാഹമോചനം നടത്തിയാലും മക്കൾ ഒരാളിന് തന്നെ ഉണ്ടാകുന്നതല്ല. പുരുഷനും സ്ത്രീക്കും തുല്യ ഉത്തരവാദിത്വം മക്കളുടെ പേരിലുണ്ട്. കാലം മാറി വരും, പുരുഷനും സ്ത്രീയും കൂടെ ആ രീതിയിൽ കാര്യങ്ങൾ മക്കളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് മക്കളെ ചൊല്ലിയുള്ള വിവാഹമോചനങ്ങളൊക്കെ, അതുകൊണ്ട് സ്ത്രീയെ ഒരിക്കലും ഇങ്ങനെ അനാദി കാലത്തോളം ഇങ്ങനെ തടവിൽ പിടിച്ചിടാം, ചങ്ങലക്കിടാം, പുരുഷൻ്റെ ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറുന്ന കാലം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ലിവിങ് ടുഗദറുണ്ട്. അതുപോലെ ഇൻ്റലക്ച്വൽസൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ 8-10 വർഷം ഒരു കാലാവധി പറഞ്ഞ് ഒരുമിച്ച് ലിവിങ് ടുഗദറുണ്ട്. കുറേ കാലം കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലേ, ജീവിതകാലം മുഴുവൻ അങ്ങനെ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊരുത്തപ്പെടാൻ പറ്റില്ലേ? സൗഹൃദത്തിൽ പിരിയാം, സ്നേഹത്തിൽ പിരിയാം. നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടരുത്. നമ്മളിങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് രണ്ടു പേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, ജീവിക്കാൻ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പിള്ളേരുടെ കാര്യത്തിൽ പ്രശ്നമില്ല, നമുക്ക് വഴി പിരിയാം, സൗഹൃദത്തോടെ ജീവിക്കാം, നല്ല മനുഷ്യ സുഹൃത്തുക്കളായിട്ട് ജീവിക്കാം. ആ ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങളുടെ ഈ പറഞ്ഞ കത്തോലിക്ക സഭ അല്ലെ ക്രിസ്തു മതത്തിൽ അതിനിയും ഒരുപാട് കാലമെടുക്കും. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ദേവാലയങ്ങളുണ്ട്, ഒരുപാട് അതുപോലെ സ്ഥാപനങ്ങളുമുണ്ട്. ഇപ്പോഴ് ഇന്ത്യയിൽ ലോകത്തിലാകെപ്പാടെ ഏതാണ്ട് 7,80,000 ചില്ലുവാനം കന്യാസ്ത്രീകളുണ്ട്, 5,85,000 വൈദികരുണ്ട്. ഒക്കെ ബ്രഹ്മചാരികളാണെന്ന് പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലാതെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതിരിക്കലല്ല, സെലിബസി അല്ല. ബ്രഹ്മചര്യം ബ്രഹ്മത്തിൽ ചരിക്കുക, എല്ലാം ത്യജിക്കുക, സർവ്വസംഘ പരിത്യാഗിയാകുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം. അതൊക്കെ പോട്ടെ, എന്തുവാട്ടെ. ഏതായാലും ഈ പറഞ്ഞ കന്യാസ്ത്രീകളുണ്ട്. ഇത്രയും കന്യാസ്ത്രീകൾ ലോകത്തിലെ കത്തോലിക്ക സഭയുടെ മുഴുവൻ സ്ഥാപനങ്ങളും അവരാണ് നടത്തുന്നത്. ഹോസ്പിറ്റലുകൾ, വിദ്യാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇതെല്ലാം ഇവരാണ് കൊണ്ടു നടക്കുന്നത്. ഗൃഹമന്ദിരങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവരുടെ കത്തോലിക്ക സഭയ്ക്കുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ കന്യാസ്ത്രീകൾക്കൊന്നും ശമ്പളം കൊടുക്കണ്ട. കന്യാസ്ത്രീകളുടെ 3 വ്രതങ്ങളിലൊന്ന് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, പിന്നെ അനുസരണം. എന്ത് പറഞ്ഞാലും അനുസരിച്ചോണം. ഈ 3 വ്രതങ്ങൾ അവരെടുത്തിരിക്കുന്നവരാണ്. 14-15 വയസ്സുള്ളപ്പോൾ കന്യാസം നടത്തിക്കൊണ്ട്, ഇസ്ലാം മതത്തിലൊന്നും അങ്ങനെയില്ല. 15 വയസ്സുള്ളപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്, അടിച്ചമർത്തി ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. ആ സ്ത്രീകളാണ് കത്തോലിക്ക സഭയുടെ നിലനിൽപ്പിന് ആധാരം. എല്ലാ ഹോസ്പിറ്റലിലും അവരാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന സത്യം ഇതാണ്, ഇവർക്കാർക്കും ഒരു പൈസ ശമ്പളം കൊടുക്കണ്ട. ദാരിദ്ര്യവ്രതമായിട്ടിരിക്കുന്ന കന്യാസ്ത്രീക്ക് ശമ്പളം 10 രൂപ പോലും കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ല. സുപ്പീരിയർ അറിയാതെ വെക്കാൻ പാടില്ല. ശമ്പള ബില്ല് ഒപ്പിട്ട് കൊടുക്കുക, മദർ സുപ്പീരിയറോ അല്ലെ പ്രൊവിൻഷ്യലോ അത് വാങ്ങിയെടുക്കും. അവരുടെ ശമ്പളത്തിൻ്റെ 30% അതത് ഡയോസസുകളിലെ ബിഷപ്പിനുള്ളതാണ്.
കൃത്യമായിട്ട് 1-ാം തീയതി തോറും ഈ 30% ബിഷപ്പിന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ അത് പ്രത്യേകം നോക്കിക്കോളൂ. അത് സത്യമാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറഞ്ഞ പലരുടെയും പുസ്തകങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. എന്തുവാട്ടെ, ഈ പറഞ്ഞ രീതിയിൽ ഇവർക്ക് സേവനങ്ങൾ ഉപയോഗിക്കാം, ഈ പെണ്ണുങ്ങളെ വെച്ച് ഉപയോഗിക്കാം, ഈ യേശുവിൻ്റെ മണവാട്ടിമാരാക്കി വെച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രതിപുരുഷനാണല്ലോ പുരോഹിതൻ. ഒരിക്കലും ഒരു കർത്തനാൾ ഒരു 1800 കന്യാസ്ത്രീകൾ ഉപയോഗിച്ചൊരു കർത്തനാൾ പറഞ്ഞ ഇതാണ്, ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരാണ്, അതായത് ചുരുക്കത്തിൽ ഞാൻ ക്രിസ്ത്യാനിൻ്റെ പ്രതിപുരുഷനാണ്. അപ്പോൾ ഇതെനിക്ക് അവകാശപ്പെട്ടതാ. എൻ്റെ മണവാട്ടുകാരാന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. 360-400 വെപ്പാട്ടികൾ കന്യാസ്ത്രീകൾ വെച്ചവരുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി സ്ഥാപിച്ച ഇത് വെർജിൻ ബെൽറ്റ് എന്നും പറഞ്ഞ് തുടങ്ങി വെച്ചതാണിത്. അത് പിന്നെ കന്യാസ്ത്രീ മഠങ്ങളാക്കി മാറ്റി. എന്നിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും അടിസ്ഥാനപരമായിട്ട് കന്യാസ്ത്രീ മഠങ്ങൾ അതാണ്. 32,200 കന്യാസ്ത്രീകളുണ്ട് കേരളത്തിൽ സീറോ മലബാർ സഭയ്ക്ക്. ഇന്ത്യയിൽ 32,200. ലോകത്തിൽ മിക്കവാറും രാഷ്ട്രങ്ങളിൽ കന്യാസ്ത്രീകളെ സപ്ലൈ ചെയ്യുന്ന കേരളത്തിൽ നിന്നാണ്. സീറോ മലബാർ സഭയാണ്. ഇറ്റലിയിലും ഫ്രാൻസിലും ബ്രസീലിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കന്യാസ്ത്രീ ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ഫിലിപ്പീൻസിൽ നിന്നൊക്കെ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നതാണ്. ഇപ്പോഴും എവിടെ നിന്നാണ് ഇവിടെ കയറ്റുമതി ഉണ്ടായിരുന്നു. ചെറുവാണ്ടൂർ ഒരു അച്ഛൻ ഇവിടുന്ന് എത്രയോ പേരെ കയറ്റി അയച്ചു. അവസാനം അയാൾ കോടികളുടെ സ്വത്ത് ദരിദ്രനായിട്ടാണ് മരിച്ചത്. അയാളുടെ സ്വത്തുക്കൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് MU യൂണിവേഴ്സിറ്റി വാങ്ങിയത്. എന്തുവാട്ടെ, പെണ്ണുങ്ങളെ കടത്തി ഇവിടെ വൈദികന്മാരൊരു ഹോബിയായിരുന്നു, വരുമാനം ഉണ്ടാക്കിയിരുന്നു. അവിടുത്തെ വീട്ടുവേലയ്ക്കും ഒക്കെ ആയിട്ട് ഇവിടെ പെണ്ണുങ്ങളെ, ഏതായാലും ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ ശരിക്കും ഉപയോഗിച്ചിരുന്നു എന്നും. ഇനി അത് നടക്കില്ല, ഇനി അങ്ങനെ പോവില്ല. അതുപോലെ അനുസരണം വ്രതമായ കന്യാസ്ത്രീകൾ ഏതെങ്കിലും വൈദികൻ പിടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും പറയും, എനിക്ക് അവകാശപ്പെട്ടതാ. കന്യാസ്ത്രീ സുപ്രീമിൻ്റെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞപ്പോഴൊക്കെ മദർ പ്രൊവിൻഷ്യൽ വിളിച്ച് ചോദിക്കുന്നത്, എടീ ഒരു അച്ഛനല്ലേ, നീ എന്തിനും എതിർപ്പ് കാണിച്ചത്, നീ അങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടതല്ലേ, നാണക്കേടല്ലേ. എത്രയോ കന്യാസ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ജസ്മി എഴുതിയിട്ടുണ്ട് പുസ്തകം, മരിയ ചാണ്ടി എഴുതിയിട്ടുണ്ട് പുസ്തകം, പിന്നെ മരിയ തോമസ് എഴുതിയിട്ടുണ്ട്, പിന്നെ സിസ്റ്റർ ആഗ്നസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് എഴുതിയ പുസ്തകങ്ങൾ ഉണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ ലൂസി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞു. പിന്നെ ഇവർക്കറിയാം വേറൊരു സൈക്കോളജി ഉണ്ട്. ബയോളജിക്കലി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഇച്ചിരി ഡോക്ടറൊന്നും അല്ല, ഞാനെങ്കിലും പറയുകയാണ്. സാധാരണഗതിയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ജനറ്റിക്കായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ സ്പർശനം കൊണ്ട് മാത്രമേ ഉത്തേജിതയാകൂ. ദർശനം കൊണ്ട് അവൾക്കൊരു മാറ്റവും സംഭവിക്കില്ല. പുരുഷന് ദർശനം മാത്രം മതി. ഒരു സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടാൽ, അവളുടെ അംഗവടിവ് കണ്ടാൽ അവൻ ഉത്തേജിതനാകും, അവളെ. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്പർശനം കൊണ്ട് മാത്രമേ അവളെ ഉത്തേജിതനാക്കാൻ പറ്റൂ. അപ്പോൾ ഈ വൈദികരൊക്കെ താമസിച്ചിടത്ത് ഇവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ, വസ്ത്ര ഇസ്ത്രി ഇടാൻ, ചൂടുവെള്ളം കൊണ്ടു കൊടുക്കാൻ, ചായ കൊണ്ടു കൊടുക്കാനൊക്കെ ഈ കന്യാസ്ത്രീകൾ ചെല്ലും. വൈദികൻ കയറി പിടിച്ച് താണ്ടി തടവിയൊക്കെ പിടിച്ച് എടുക്കുമ്പോഴും ഈ തടവിലുകൊണ്ട് ഉത്തേജനം ആക്കിയെടുക്കാൻ പറ്റും. അവർക്ക് ആ സൈക്കോളജി അറിയാം. അങ്ങനെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം എടുത്ത് എല്ലാ കന്യാസ്ത്രീ എഴുതിയ പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ചില ലൂസിയൊക്കെ ബാത്റൂമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്ന കഥ എഴുതിയിട്ടുണ്ട്. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴേ താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ലാം മതത്തെക്കാൾ എത്ര ഭേദമാണ് ക്രിസ്ത്യാനി സ്ത്രീകളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി സ്ത്രീകൾ ഒട്ടും ഭേദമല്ല. ഇതിൽ ഉപരിപ്ലവമായിട്ട് മറ്റുള്ളവരുടെ കണ്ണ് കെട്ടാൻ കാണിക്കുന്ന ചെറിയ വേലത്തരങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. ക്രിസ്ത്യൻ സ്ത്രീകൾ, കത്തോലിക്ക സഭയിലെ സ്ത്രീകൾ ഇപ്പോഴും ഈ കന്യാസ്ത്രീകൾ, ഇപ്പോഴത്തെ ഈ ഇത്രയും കന്യാസ്ത്രീകളുണ്ടല്ലോ, അതിൽ 60% പേരും 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരെ കേട്ടോ. അവരുടെ സേവനം ഒരുപാട് കാലം ഒന്നും കിട്ടുകയില്ല. അപ്പോൾ ഈ സൗജന്യ സേവനം കിട്ടുകയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ മെത്രാന്മാരൊക്കെ പറയുന്നത്, നിങ്ങളെല്ലാവരും 5 മക്കളെയെങ്കിലും ജനിപ്പിക്കണം. 5 മക്കളെയൊക്കെ ജനിപ്പിച്ച് 1-2 കന്യാസ്ത്രീയാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരിക്കും. പക്ഷേ ഒരു ക്രിസ്ത്യാനി അത് കേൾക്കുന്നില്ല കേട്ടോ. പുതിയ തലമുറ ഇവർ പറഞ്ഞതനുസരിച്ച് ഒന്നും, ചൈനയിലെ ഗവൺമെൻറ് എന്തെല്ലാം ആനുകൂല്യം ചെയ്തു, ഒരു മക്കളെക്കുള്ള ആരും പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര മെത്രാൻ പറഞ്ഞാലും, ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞാലും, കല്ലറങ്ങാടൻ പറഞ്ഞാലും, ആരൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ദമ്പതികൾ ഈ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല. 4-5 മക്കളെ 1-2 വളർത്തുന്നവരല്ല. അവരൊന്നും ഇതിന് വീഴില്ല. നിങ്ങൾക്ക് ജനസംഖ്യ കൂടുകയില്ല. ജനസംഖ്യ കൂടുതൽ കന്യാസ്ത്രീ എത്താനാവാനുള്ള ഇതും കിട്ടില്ല. അതിന് വേറെ തൈച്ചരി നിമിഷത്തും പ്ലേറ്റോയുടെ പുസ്തകത്തിലൊക്കെ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെ ഒരു അവസരത്തിൽ. അപ്പോൾ ഇതാണ് കത്തോലിക്ക സഭയിലെ സ്ത്രീകളെ പറ്റി എനിക്കൊട്ടും സന്തോഷവും അഭിമാനവും ഇല്ല. 61 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇന്നും എൻ്റെ മനസ്സിലെ പഴയ മാടമ്പി ക്രിസ്ത്യൻ സ്വഭാവമുണ്ട്. ഭാര്യ ഉറക്കെ സംസാരിക്കുന്ന, ഭാര്യ എതിര് പറയുന്നത് എനിക്കിപ്പോഴും ദഹിക്കാറില്ല. കാരണം എൻ്റെ മനസ്സിൽ ആ ക്രിസ്ത്യാനി കിടപ്പുണ്ട്. എൻ്റെ മുത്തച്ഛൻ മുതൽ കാണിച്ചു വന്ന ആ അതെൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും. ഞാനിപ്പോഴും ആ മാടമ്പി ക്രിസ്ത്യാനി തന്നെയാണ്. അത് മാറണമെങ്കിൽ ഈ ജന്മത്തിൽ മാറില്ല. രക്തത്തിൽ കലർന്നതായ വിശ്വാസമാണ്. രക്തത്തിൽ കലർച്ചയെടുത്ത ആ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പുതിയ തലമുറ അങ്ങനെ കിട്ടിയല്ല. പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലായി എളുപ്പം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഭാര്യയായിട്ട് തന്നെ കാണാനാണ് എനിക്കിഷ്ടം.
ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടികളെ വിവാഹത്തിന് വിസമ്മതിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ. വെക്കുകയാണ് വിവാഹം. അതുകൊണ്ട് ഞാൻ പല അച്ഛന്മാരോടും ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ വലിയ പുരോഗമനം പറയുന്ന അച്ഛന്മാരോട് പ്രസംഗത്തിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് ബിട്രോത്തൽ അല്ലെ വിവാഹ സംബന്ധം നടത്തുമ്പോൾ പുരുഷനെയും സ്ത്രീയെ നിർത്തി ചോദിക്കുന്നില്ലേ, നീ ഇന്നടത്ത് ഇന്നാരുടെ മകള് ഇവളെ അന്നക്കുട്ടിയെ, ഇന്നടത്ത് ഇന്നാരുടെ മകൻ ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് മനസ്സാണോ ആവുന്നെന്ന് ഇവൾ പറയും. ഇവനോട് തിരിച്ചു നോക്കി ഇവളും ഇങ്ങോട്ടും ആരും ഇങ്ങനെ പറയും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ചോദിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും എന്നുള്ള വിട്ടിട്ട് നിന്നെ പങ്കാളിയായി സ്വീകരിക്കാൻ തയ്യാറാണോ? നിന്റെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കാൻ നീ മനസ്സാകുന്നോ? നല്ല അർത്ഥമല്ലേ അത്? ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഭാര്യയാണോ? ഭരിക്കപ്പെടേണ്ടവളാണോ? അത് ഏതോ കാലഘട്ടത്തിൽ ഏതോ പുരുഷന്മാർ എഴുതി വെച്ചത് സ്ത്രീകളെ ഇഷ്ടം പോലെ അന്ന് ഭാര്യയും ഭർത്താവൊന്നും ഇല്ലല്ലോ, സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ. സ്ത്രീ പുരുഷൻ മാത്രമുള്ളത്. വിവാഹം തന്നെ കണ്ടുപിടിച്ചത് ശ്വേതകേതു എന്ന് പറയുന്ന ഒരാളാണ്. അതിനു മുമ്പ് അതില്ലായിരുന്നു. ഇങ്ങനെ ഒത്തിരി ചരിത്രങ്ങൾ പരിശോധിച്ചാലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നിലവാരം മെച്ചപ്പെട്ടൊന്നുമില്ല, പക്ഷെ മെച്ചപ്പെടും. നാളത്തെ പെൺകുട്ടികൾ ഗട്ട്സ് ഉള്ളവരാണ്, തൻ്റെ ഇടമുള്ളവരാണ്. അവരിതൊരു വലിയ ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഈ അടിമത്തം വലിച്ചെറിയണം, ഈ നോകം വലിച്ചെറിയണം, സ്വന്തം ഐഡൻറ്റിറ്റി, സ്വത്വം, സ്ത്രീ സ്വത്വം വെളിപ്പെടുത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.